സ്വീഡിഷ് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഗ്രിപ്പൻ സി, സൗത്ത് കൊറിയയുടെ മൾട്ടി റോൾ ലൈറ്റ് വെയ്റ്റ് ജെറ്റ് FA-50, ആദ്യകാല F-16 ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങിയവയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കും ഇന്ത്യയുടെ തേജസ്. ഇപ്പറഞ്ഞ കൊമ്പന്മാരെക്കാൾ ഒരു 30-40% വിലക്കുറവും. പല രാജ്യങ്ങൾക്കും റഫേലും F-16ഉം F-35ഉം ഒന്നും വില കൊണ്ട് താങ്ങാൻ ആവുന്നതല്ല. അവിടെ തേജസ് പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രീമിയം മൾട്ടി റോൾ ഫൈറ്റർ. എന്നാൽ അധിക വിലയുടെ ഭാരമില്ലാതെ, ജിയോ പൊളിറ്റിക്കൽ മൽപ്പിടുത്തത്തിൻ്റെ കാണാച്ചരടുകളില്ലാതെ ഒരു സേഫ്റ്റിയിൽ. ഇതിലെല്ലാം ഉപരി പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ടും മറ്റു സഹായങ്ങളും നൽകുന്ന, പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ള ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറായ ഇന്ത്യ എന്ന ഉറ്റ ചങ്ങാതിയെ കിട്ടുന്നുവെന്ന അസാധാരണമായ ബെനിഫിറ്റും. ആ സാധ്യതയിൽ ഈ അപകടം കരിനിഴൽ വീഴ്ത്തുമോ? പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് 25 വർഷത്തിനിടെ 2 അപകടം എന്നാണ് പലരും പറയുന്നത്. ആകെ കൊള്ളാകുന്ന 38 എണ്ണത്തിലാണ് ഈ 2 അപകടം എന്നുകൂടി പറയണം. 1980കളിലാണ് തേജസിൻ്റെ പദ്ധതി തുടങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനും കേവലം 4 വർഷം മുമ്പ് തുടങ്ങിയ മറ്റൊരു ഫൈറ്റർ ജെറ്റ് പദ്ധതിയുണ്ട്. 1976 അമേരിക്ക തുടങ്ങിയ F-16 ഫൈറ്റർ ജെറ്റ്. 40 വർഷം കൊണ്ട് F-16 എത്തിയത് എവിടെയാണെന്ന് കാണുമ്പോഴാണ് ഏതാണ്ട് അതേ 40 വർഷക്കാലത്ത് ഇന്ത്യ എത്തപ്പെട്ട അവസ്ഥയുടെ ആഴമറിയേണ്ടത്. കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് 4600 F-16 ഫൈറ്ററുകളാണ് അമേരിക്കയുടെ ജനറൽ ഡൈനാമിക്സ് കമ്പനി നിർമ്മിച്ച് ലോകമാകെ വിറ്റത്. ഇന്ന് 2000 F-16 യൂണിറ്റുകൾ ആക്റ്റീവായി ലോകമാകെ വിവിധ രാജ്യങ്ങളുടെ പ്രതിരോധ മേഖലയുടെ നട്ടെല്ലായി നിൽക്കുന്നു. അവിടെയാണ് തേജസ് വെറും 38 യൂണിറ്റുകളുമായി നിന്ന് കിതയ്ക്കുന്നത്. F-16 ഏറ്റെടുത്ത ലോഗീഡ് മാർട്ടിൻ തുടർന്ന് നിർമ്മിച്ച F-35 ലൈറ്റനിങ്, F-22 റാപ്റ്റോർ എന്നിവ ലോകത്തെ ഇതിഹാസ ഫൈറ്റർ ജെറ്റുകളായി മാറിയിരിക്കുന്നു. ഏത് ശത്രുവിനെയും നിശ്ചലമാക്കുന്ന വ്യോമപ്രകടനം കൊണ്ട് ഇവ ലോകത്തിൻ്റെ ആകാശത്തെ ഭരിക്കുന്നു. അതുപോലെ 5th ജനറേഷനിലെ ചൈനയുടെ മൈറ്റി ഡ്രാഗൺ, റഷ്യയുടെ സുഖോയ് Su-57 എന്നിവയും അസാധാരണ പ്രകടനം നടത്തുന്ന അവരുടെ തദ്ദേശീയമായ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളാണ്. എന്നിട്ടും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് എന്തേ ഒരു സോറി ഫിഗർ പോലെയായി?